മന്ത്രി ബിന്ദു കൃഷ്ണയുടെ തലയിൽ ചൂട് പായസം വീണ സംഭവത്തിൽ അന്വേഷണം. ഡിവൈഎസ്പി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ കേസ് അന്വേഷിക്കും. ഒപ്പം പോലീസിന് ജാഗ്രത കുറവുണ്ടായി എന്ന പരാതിയിലാണ് അന്വേഷണം. അതേസമയം അന്വേഷണം വേണ്ട എന്നാവശ്യപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്ത് നൽകുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ ജനം ടിവിയോട് പറഞ്ഞു. ചൂട് പായസം തലയിൽ വീണ സംഭവത്തിൽ പോലീസിന് ഗുരുതര വീഴ്ച സംഭവിച്ചു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. ഡിവൈഎസ്പി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനാണ് അന്വേഷണ ചുമതല. ഇത് സംബന്ധിച്ച അന്വേഷണം നടത്താൻ തിരുവനന്തപുരം റേഞ്ച് ഐജിക്ക് സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശം നൽകി. പോലീസിന് ജാഗ്രത കുറവുണ്ടായി എന്നാണ് പരാതി. അതേസമയം പായസം വീണ സംഭവത്തിൽ അസ്വാഭാവികതയില്ലെന്നും യാദൃച്ഛികമായി സംഭവിച്ചതാണെന്നും മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. പരാതിയിൽ അന്വേഷണം വേണ്ടെന്നാവശ്യപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്ത് നൽകുമെന്നും ബിന്ദു കൃഷ്ണ ജനം ടിവിയോട് പറഞ്ഞു. ഇല്ലില്ല, അത് പരാതിക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. എനിക്ക് പരാതിയില്ല. ആ പായസം വീണത് തികച്ച് യാദൃശ്ചികമായിട്ടാണ്. അതില് അസ്വാഭാവികത ഒന്നുമില്ല. അന്വേഷിക്കാൻ തക്ക ഒന്നും അതിലില്ല. ഞാനിപ്പോ DGPക്ക് കത്ത് കൊടുക്കും. അന്വേഷിക്കേണ്ടെന്ന് പറഞ്ഞ് ഇപ്പൊ DGP കത്ത് കൊടുക്കും. പ്രിയദർശിനി ബസിന്റെ കന്നി ഓട്ടത്തിൽ എല്ലാവരും വലിയ സന്തോഷത്തിരുന്നു. അതിന്റെ ഭാഗമായിട്ട് മധുരം വിതരണം ചെയ്തു. അത് അങ്ങോട്ട് തന്നപ്പം ഞങ്ങൾ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ ബാക്കിലൂടെ തന്നപ്പം മുദ്രാക്കം വിളിച്ച ആളുടെ കൈ തട്ടി. മുദ്രാക്കം വിളിക്കുന്ന ആളുകൾ ആരും പറയുന്ന പായസം വരുന്ന കണ്ടില്ല. പിന്നെ തട്ടി വീഴുമെന്ന് പായസം കൊടുത്തവരും പ്രതീക്ഷിക്കുന്നില്ല. തികച്ച യാദൃച്ഛ്യം എവിടെ ആർക്കും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു അപകടം. പ്രിയദർശിനി സൗജന്യ യാത്രയുടെ ഉദ്ഘാടന ചടങ്ങിനിടയിൽ തിക്കിലും തിരക്കിലും പെട്ടാണ് മന്ത്രി ബിന്ദു കൃഷ്ണയുടെ തലയിൽ ചൂട് പായസം വീണത്. കൊല്ലം KSRTC ഡിപ്പോയിൽ വെച്ച് നടന്ന ചടങ്ങിനിടയിലായിരുന്നു സംഭവം. പായസ വിതരണത്തിനിടെ കൈതട്ടി മന്ത്രിയുടെ തലയിൽ വീഴുകയായിരുന്നു. ജനം, തിരുവനന്തപുരം.